രാവിലെ തന്നെ ഞാനും ഉമ്മച്ചിക്ക് എന്തൊക്കെ റെഡിയാക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. പോണ വഴിക്ക് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നവിടെ ഞങ്ങൾക്ക് ബസ്സും കിട്ടി. ബസ്സിൽ കയറിയ പാടാണെങ്കിലോ എനിക്ക് സൈഡ് സീറ്റും കിട്ടി. സൈഡ് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിൻഡോ ഓപ്പൺ ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ സൈഡ് സീറ്റ് നമുക്ക് എപ്പോഴും ഒരു വികാരമാണല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പോണ വഴിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. മരങ്ങളും പാറയും അങ്ങനെ എല്ലാം ആയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ സ്ഥലത്തിപ്പോൾ ഉമ്മച്ചി വേഗം ഫ്രണ്ടിൽ പോയി. ഞാനിങ്ങനെ ബാക്കിൽ ആസ്വദിച്ച് പോകുമ്പോഴാണ് എൻ്റെ കൂടെ തന്നെ വേറൊരു പൂച്ച വരുന്നത്. സംഭവം എനിക്ക് പൂച്ചനെ ഇഷ്ടമാണെങ്കിലും എനിക്ക് പൂച്ചൻ്റെ അടുത്ത് പോകുന്നത് ഭയങ്കര പേടിയാട്ടോ. ഉമ്മച്ചി വേഗം റെഡിയാക്കാൻ വേണ്ടി ഓഫീസിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായതിനെ കൊണ്ട് തന്നെ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ. സംഭവം അവിടെ കാത്തിരിക്കുകയാണെങ്കിലും അപ്പോഴും വ്യൂക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഉമ്മച്ചി അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങി. കയറുമ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ അതും ഉണ്ടായിരുന്നില്ല. മഴക്ക് കുറച്ച് ചോർച്ച ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ടതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിരുന്നു. ഓട്ടോറിക്ഷയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഓട്ടോറിക്ഷ ഇറങ്ങിയ പാടെ ഞങ്ങൾക്ക് ബസ്സും കിട്ടിയിട്ടോ. അവിടെ നിന്നൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് നല്ല നേരമായിരുന്നു. അതിനെ കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ടലിലാണ് കയറിയത്. ഹോട്ടലിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഞാൻ അപ്പോഴും മറന്നുപോയി. അവിടെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടയും അടിപൊളി ആൻഡ് വെറൈറ്റി ടേസ്റ്റുള്ള മുട്ട പച്ചലായിട്ട് കഴിച്ചാൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. സോ ബൈ.